വേർട്ടി സ്ട്രൈക്ക് ചെയ്യുന്നു. കുഴപ്പമില്ല, നല്ല സിനിമയായിരുന്നു. ആക്ഷൻ അല്ല, ഇറ്റ്സ് അബൌട്ട് പാട്രിയോട്ടിസം ഉണ്ടായിരുന്നു. ഗുഡ്, ഫൈൻ. നീതൂസ് അക്കാദമി, ഇന്ത്യസ് #1 ലാംഗ്വേജ് അക്കാദമി. വളരെ ഇമോഷണലി കണക്ട് ചെയ്യുന്നൊരു ഫിലിമാണ്. ഞാൻ കൂടുതൽ കോമഡി പ്രതീക്ഷിച്ചാണ് വന്നത്, ബട്ട് ഇത് വളരെ ഇമോഷണലി കണക്ട് ചെയ്യുന്നൊരു ഫിലിമാണ്. മസ്റ്റ് വാച്ച്. ഐ തിങ്ക് കുറേ കാലത്തിന് ശേഷമാണ് ഇമോഷണലി കണക്ട് ചെയ്യുന്നൊരു ഫിലിം വരുന്നത്. സോ മസ്റ്റ് വാച്ച് ഫിലിം. വെരി ഗുഡ്. നല്ല പടം, അടിപൊളി, ഇഷ്ടപ്പെട്ടു. ഷാറുഖ് ഖാൻ്റെ ഈ വർഷം ഇറങ്ങിയതിൽ ഏറ്റവും ബെസ്റ്റ് ഫിലിം ഇത് തന്നെ. നല്ല പടമാണ്. നല്ല പടം, അടിപൊളിയാണ്. പടം നല്ല അടിപൊളി പടമാണ്. നമ്മുടെ സെയിം രാജ്കുമാറും ഇറാനി പടം പോലെ തന്നെ ഇമോഷണലും കോമഡിയും ത്രില്ലിങ്ങും എല്ലാം ആയിട്ടുള്ളൊരു അടിപൊളി പടമാണ്. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. നല്ലൊരു, എനിക്ക് തോന്നുന്നു ഈ ഡിസംബറിലെ ക്രിസ്മസ് ഡങ്കിന് കൊണ്ടുപോകുന്നു തോന്നുന്നു. നാളെ ഇപ്പോൾ സലാർ ഇറങ്ങുമ്പോൾ അറിയാം. സലാർ ഇത്തിരി അടിയിലാണെങ്കിൽ ഈ പടം തന്നെ ആയിരിക്കും. SRKയുടെ അടുത്ത ഈ വർഷം തന്നെ മൂന്നാമത്തെ 1000 കോടി പടം തന്നെ ആയിരിക്കും, പടത്തിൻ്റെ ലെവലനുസരിച്ച്. മൂവിയാണ്, കാരണം ഇതൊരു ഇമോഷണലി ടച്ച് ചെയ്തിട്ടുള്ള ഒരു കോമഡി ഡ്രാമ മൂവിയാണ്. അതായത് ഒരു ഡങ്കീനെ ഒരു ആസ്മാക്കിയിട്ടുള്ള കഥയാണ്. ഇമോഷണലി ടച്ചൊക്കെ ചെയ്ത് എന്തായാലും ഷാരൂഖ് ഖാൻ്റെ ഒരു കരിയർ ബെസ്റ്റ് മൂവി തന്നെയാണ് ഇത്. എന്തായാലും നേര് കാണണോ ഡെങ്കി കാണണോ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇതായിട്ട് രാവിലെ 8 മണിക്ക് ഷോളാണ് ഡെങ്കിക്ക് ബുക്ക് ചെയ്തത്. പക്ഷേ പടം എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ഈ കൊല്ലം ഇറങ്ങിയ ജവാനും പത്താനും ഹിറ്റായെങ്കിലും പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. SRKയുടെ ആ ഒരു ക്യാരക്ടറല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ സിനിമ ശരിക്കും നടിച്ചു. രാജ്കുമാറിയുടെ പഴയ സിനിമ പോലെ തന്നെ എല്ലാം വൺ ഓഫ് ദി ബെസ്റ്റ് മൂവീസ് തന്നെയാണ് ഇതും. ഒരു 3 ഇഡിയറ്റ്സ് അല്ലെങ്കിൽ PK ലെവൽ, ആ ലെവലിൽ നിൽക്കുന്ന പടം തന്നെയാണ്. ഫസ്റ്റ് ഹാഫിലെ കോമഡി എല്ലാം തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫാണ് സിനിമയുടെ കഥയിലേക്ക് പോകുന്നത്. ക്ലൈമാക്സൊക്കെ ശരിക്കും നമുക്കൊരു കണ്ണിൽ നിന്ന് വെള്ളം വരും, അങ്ങനത്തെ ഒരു സിനിമയാണ്. SRK ഒന്നും പറയാലോ, രക്ഷയില്ല. നല്ല കിടിലൻ പടം, എല്ലാവരും കാണും. ചിന്തിപ്പിക്കുന്ന മൂവിയായിരുന്നു. ഷാരൂഖ് ഖാൻ സൂപ്പർ. നാളായിട്ട് ഹിന്ദിയൊക്കെ ഭയങ്കര വയലൻസ് കണ്ട് മടുത്തിരിക്കുകയായിരുന്നു. നല്ല രസമുള്ള മൂവിയാണ്, നല്ല സന്തോഷം തരുന്ന മൂവി. രാജ്കുമാർ ഹിറാനിയുടെ പഴയ പടങ്ങളിൽ അത്രയും പോരാ, പക്ഷെ ഒരു ഫാമിലി മൂവിയാണ്. ഹിറ്റായിരിക്കും, പടം ഹിറ്റായിരിക്കും. SRK നന്നായിട്ട് അഭിനയിച്ചു, അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. മൂന്നാമത്തെ നല്ല പെർഫോമൻസ് ആണ്. ആദ്യത്തെ 2 ഫിലിംസ് ഭയങ്കര അടിപൊളിയാണെങ്കിൽ ഇതിൽ പെർഫോമൻസ് കുറച്ചും കൂടെ നല്ലതാണ്. നല്ല പ്ലോട്ടും ബാക്ക്ഗ്രൗണ്ടും പിന്നെ റിയലിസ്റ്റിക് ആണ് കുറച്ചും കൂടെ. ഓവറോൾ നല്ല ഫീലായിരുന്നു, നല്ല രസമായിരുന്നു കണ്ടിരിക്കാൻ. കഥ ഇങ്ങനെ ഫോളോ ചെയ്ത് നമ്മൾ ലാസ്റ്റ് വരെ പോകും, അങ്ങനത്തെ മൂവിയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്കുമാർ ഇറാനിയുടെ നമ്മൾ പടം പ്രതീക്ഷിച്ച് വരുന്ന എന്തൊക്കെയുണ്ടോ അത് എല്ലാ പടത്തിലുണ്ട്. കോമഡിയാണ് നമ്മൾ ഇതിൽ ഭയങ്കരമായിട്ട് വർക്കൗട്ടായി. പക്ഷേ കോമഡി പെർഫോമൻസുകളും എല്ലാം നല്ല വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇനി ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും ഇത്. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പം കണ്ടിറങ്ങിയപ്പോഴേക്കും കോമഡി ആയിട്ട് ചിരിച്ചു തള്ളി പുറത്തിറങ്ങി പോകുന്നു. പക്ഷേ 10-30 വർഷം മുമ്പ് പോയ ആൾക്കാർ, 40 വർഷം പോയ ആൾക്കാരുടെ അവസ്ഥയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇനി ഇന്ത്യയിൽ വരാൻ പോകുന്ന ഒരു കാര്യമാണിത്. കാരണം എന്താ വെച്ചാൽ ഇവിടുന്ന് പോയ ആൾക്കാരെല്ലാം അവിടെ സിറ്റിസൺഷിപ്പ് എടുത്ത് അവിടെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഇന്ത്യയിലേക്ക് വരാൻ നേരത്തെ അവർക്ക് ഇവിടെ വന്ന് ഇവിടെ അത് നഷ്ടപ്പെടില്ല അവർക്ക് ഒരു ഇത്. പിന്നെ അവർക്ക് തിരിച്ചു വന്നിട്ട് ഒരു ടൂറിസ്റ്റിനെ പോലെ നിൽക്കേണ്ടി വരും. പിന്നെ അവർ തിരിച്ച് പോയിട്ട് പിന്നെയും വരേണ്ട ഒരു അവസ്ഥയായിരിക്കും. പിന്നെ സ്വന്തം നാട്ടിലേക്ക് വന്ന് ഫുൾ ടൈം നിൽക്കാനുള്ളൊരു ഇതുണ്ടാവില്ല. അത് എല്ലാം നമ്മളെല്ലാം ചിരിച്ച് തമാശയായിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരുപാട് ചിന്തിപ്പിച്ച ഒരു പടമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഭാഷ മനസ്സിലാകാത്ത കുറേ പേരുണ്ട്, ഹിന്ദിയാണെന്ന് ഓർത്തു. പക്ഷേ അത് അങ്ങനെയല്ല, ഹിന്ദിയുടെ എല്ലാ ഒരു ടൈമിങ്ങിലുള്ള കോമഡികളാണ്. അതുകൊണ്ട് എല്ലാം നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഷാറുഖ് ഖാൻ്റെ പെർഫോമൻസ് ആണെങ്കിലും എല്ലാവരുടെയും അടിപൊളി, മൊത്തത്തിൽ ഭയങ്കരമായിട്ട്. 1000 കോടി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സലാർ നേരൊക്കെ ഉണ്ട്. നേരിൻ്റെ കളക്ഷൻ അനുസരിച്ച് നേരെ ഇവിടെ ഹിറ്റാവുകയാണെങ്കിൽ പിന്നെ ഇവിടെ കേരളത്തിൽ പിന്നെ എന്ത് പടം വന്നാലും കാര്യമില്ല. കാരണം ലാലേട്ടൻ്റെ പടം അങ്ങനെ ആയിരിക്കുമല്ലോ. അതിൻ്റെയും സലാറിൻ്റെയും കളക്ഷൻ അനുസരിച്ച് കേരളത്തിലെ കളക്ഷൻ, ബാക്കിയുള്ള എല്ലായിടത്തും ഇനി ഷാറുഖ് ഖാൻ എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ടല്ലോ. പിന്നെ പ്രഭാസിൻ്റെ പടവും വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. പക്ഷേ പടം അടിപൊളിയാണ്, നല്ല എൻ്റർടൈൻമെൻ്റ് ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫാമിലിയായിട്ട് ഒരു തരത്തിലും ബോറടിപ്പിക്കാതെ പിള്ളേരുമായിട്ട് പോയി കാണാൻ പറ്റിയ പടം, അടിപൊളി പടം. 5 എനിക്ക് 4.5 കൊടുക്കാൻ തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ ഒരു തരത്തിലും ബോറടിപ്പിക്കാനുള്ള പടം. നമ്മളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിച്ച് പുറത്തിറങ്ങിയിടുന്നുണ്ട്. തമാശയായിട്ട് തിരിച്ച് പുറത്തിറങ്ങിയിട്ട് നമുക്ക് ചിന്തിപ്പിക്കാനുള്ള ഒരുപാട് ഘടകങ്ങൾ വന്നിട്ടുണ്ട്. അല്ലാണ്ട് ഒരു പ്രകൃതിപ്പടം പോലെ തന്നെ എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കോമഡിയോട് തന്നെ എല്ലാം ചിന്തിപ്പിക്കുന്ന പടം. നല്ല പടം, അടിപൊളി.